ചക്കക്കുരു കൊണ്ട് ഒരു കാപ്പി. കാപ്പിയല്ല, കോപ്പിയാണ്. കോപ്പിയാണ്. അതെന്താണ് ഈ കോപ്പി? എന്താണ്? എന്താ പിന്നെ അത് സാധാരണ കാപ്പിക്കും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ചക്കക്കുരു കൊണ്ട് ഒരു കാപ്പി. ആരാണ്? ഷീബ. അലക്സ് എന്ന് പറഞ്ഞ ഷീബ. അത് കാപ്പിയല്ല, കോപ്പിയാണ്. കോപ്പിയാണ്. അതെന്താണ് ഈ കോപ്പി? എന്താണ്? അത് ചക്കക്കുരു വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കാപ്പിയുടെ പേര് അവര് കോപ്പി എന്നാണ് വെച്ചിരിക്കുന്നത്. അവരെന്താ പറഞ്ഞത്? എന്താ പിന്നെ അത് സാധാരണ കാപ്പിക്കും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? വെറൈറ്റി ആയിട്ടൊരു ഇത് യൂട്യൂബിൽ തന്നെയാണ് കണ്ടത്. അപ്പൊ പക്ഷെ വീട്ടിലേക്ക് ഇതുള്ളതിൽ ചെയ്യാതെ, പക്ഷെ ചെയ്തു വന്നപ്പോ നമുക്കത് മാർക്കറ്റിലേക്ക് ഇറക്കാന്നുള്ള ഒരു ചിന്ത വന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും മാമിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്താൻ പറ്റിയത്. 3 മക്കളാണ്. അപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. സാമ്പത്തിക പ്രതിസന്ധി, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് വീടിന് ചുറ്റും നോക്കിയപ്പോഴത്തേക്ക് കണ്ടത് കുറെ പ്ലാവാണ്. അതിന്റെ കുറെ ചക്കക്കുരുമാണുള്ള വേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് ഉണ്ടാക്കിയ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണ്. ആള് ആദ്യം തുടങ്ങിയത് ഈ ഒരു കോപ്പിയിൽ നിന്നാണ്. അതിനുശേഷം ഇപ്പോ ചക്കക്കുരു പുട്ടുപൊടിയുണ്ട്, ചക്കക്കുരു ആട്ടയുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഭയങ്കര വിഷണറീസ് ആണ് ആൾക്കാർ. പുള്ളിക്കാരത്തിന്റെ എന്താന്ന് വെച്ചാല് പുള്ളിക്കാരത്തി തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരത്തി ഇസ് ദേർ, ഷീ സ്റ്റാൻഡ്സ് ഇൻ അവർ സ്റ്റോർ സാമ്പിളും കൊണ്ട്. ബിക്കോസ് ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ എടുക്കാൻ കുറച്ച് മടിക്കും. ബിക്കോസ് ഇത് എന്ത് സാധനമാണെന്ന് അറിയില്ലല്ലോ, ഇത് എങ്ങനെ ടേസ്റ്റ് കാണുമെന്ന് അറിയില്ല. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാവർക്കും സാമ്പിളിങ് കൊടുക്കും. സാമ്പിളിങ് കൊടുത്തിട്ട് അവരോട് സംസാരിക്കും. ഇതാണ് ആവശ്യം, ഇത് ഇങ്ങനെയാണ്, ഇതിന്റെ പോസിറ്റീവ്സ് ഇതാണ്, ഇതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്ത് കൃത്യമായിട്ടാണ് അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കി പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ശരിക്കും ഇവരുടെ പേര് പറഞ്ഞാൽ അറിയോന്ന് അറിയാൻ വേണ്ടിട്ട് 2 തന്നെ എഴുതി വെച്ചിട്ടുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ പറയാണ് കാപ്പിപ്പൊടി, ഇത് ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പൊ ചക്കക്കുരു കൊണ്ട് കാപ്പിപ്പൊടി എന്ന് പറയുമ്പോ അവരുടെ എല്ലാ കാര്യങ്ങളും പറയുക.